കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവരെല്ലാം ഭാഗ്യവാന്മാരാണ്. ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെടുന്നു. എത്ര ദാരുണമായ കൊടിയ നാശമാണത്! എൻ്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പരമപ്രധാനമായത് കർത്താവിനോട് കൂടെ നമ്മുടെ നിത്യത ചെലവഴിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ അനുഗ്രഹവും ഭാഗ്യവും ഈശോയോട് കൂടെ അവിടുത്തെ ഇറ്റേണൽ ഗ്ലോറിയിൽ, അവിടുത്തെ മഹത്വത്തിലായിരിക്കുക. അതിനായി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു അപ്പൻ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ, ഒരു ഭാര്യ, ഒരു ഭർത്താവ്, ഒരു സഹോദരൻ, സഹോദരി, ഒരു മകൾ, ഒരു മകൻ, ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും നിത്യജീവന്റെ ജീവിതം നാം ഇവിടെ നയിക്കുമ്പോഴാണ് നമുക്കെല്ലാം ഈ ലോക ജീവിതത്തിന് ശേഷം കർത്താവിനോട് കൂടെ നിത്യത ചെലവഴിക്കാൻ കഴിയുന്നത്. അവിടുത്തോട് ചേർന്നുകൊണ്ടുള്ള ജീവിതം, കർത്താവിനെ സ്വന്തമാക്കി അവിടുത്തെ സ്നേഹിച്ചുകൊണ്ടുള്ളൊരു ജീവിതം, ആ ജീവിതത്തെക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് നമുക്ക് ലഭിക്കാനില്ല. പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൻ്റെ പ്രകാശം തന്ന് ഈ സത്യങ്ങൾ നമ്മുടെ ആത്മാവിൽ ജ്വലിപ്പിക്കുകയായിരുന്നു. നിങ്ങളേവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോട് ഒരിക്കൽ കൂടെ വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. 119 സങ്കീർത്തനം 19 തിരുവചനം, സങ്കീർത്തന വചനം പറയുന്നു: ഭൂമിയിൽ ഞാനൊരു പരദേശിയാണ്, അങ്ങയുടെ കൽപ്പനകളെ എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുതേ. വലിയൊരു യാഥാർത്ഥ്യം സങ്കീർത്തകൻ ഏറ്റുപറയുകയാണ്. കർത്താവേ, ഈ ഭൂമിയിൽ ഞാനൊരു പരദേശിയാണ്, തീർത്ഥാടകനാണ്, ഞാനിവിടെ അന്യനാണ്. ഈ ലോകം വിട്ട്, ഈ ഗേഹം വിട്ട് ഞാൻ നിത്യമായ ഭവനത്തിലേക്ക് വരേണ്ടവനാണ്. ഞാനൊരു പരദേശിയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു തിരിച്ചറിവോടെയാണ് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മൾ ആരും ഈ ലോകത്തിൽ സ്ഥിരം താമസിക്കാൻ വന്നവരല്ല. നമ്മളിവിടെ പരദേശികളാണ്, നമ്മൾ അന്യരാണ്. നമ്മുടെ ശാശ്വതമായ ഭവനം സ്വർഗത്തിലാണ്. ഈ സ്വർഗഭവനം ലക്ഷ്യമാക്കി കർത്താവിനോട് ചേർന്നുകൊണ്ടുള്ള ജീവിതമാണ് ഈ ലോകത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം. നമ്മുടെ മാനുഷിക ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ ഈ ലോകത്തിൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. അതിന് കൃപ വേണം, ആത്മാവിന്റെ അഭിഷേകം വേണം, ആത്മശക്തിയാൽ നമ്മൾ നിറയപ്പെടണം. നമുക്കതിനു വേണ്ടി ആഗ്രഹിക്കാം. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 7-ാം അധ്യായം 1-ാം തിരുവചനം. പരിശുദ്ധ വചനം പറയുന്നു: പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ, ഏത് വാഗ്ദാനം? നിത്യജീവൻ, ഇറ്റേണൽ ലൈഫ്. നിത്യജീവൻ എന്നുള്ള ശ്രേഷ്ഠമായ വാഗ്ദാനം നമുക്കുള്ളതിനാൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ അശുദ്ധികളിൽ നിന്നും, മലിനതകളിൽ നിന്നും നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും നാം വിശുദ്ധീകരിച്ച് ദൈവഭയത്തോടെ വിശുദ്ധി പരിപൂർണമാക്കുക. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മോട് ആവർത്തിച്ച് പറഞ്ഞൊരു സത്യമാണ്. ഈ തലമുറയിൽ നമുക്ക് വലിയൊരു ദൗത്യമുണ്ട്. നമ്മുടെ ദൗത്യം എന്താണ്? നിത്യതയുടെ വെളിച്ചം ഈ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക, നിത്യജീവനെ മുറുകെ പിടിച്ച് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഈ കാലഘട്ടത്തെ പരിശീലിപ്പിക്കുക. ഈ ഒരു മഹാദൗത്യത്തിനാണ്
കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നിത്യതയുടെ വെളിച്ചം കെട്ടുപോകുന്ന ഒരു തലമുറയിലാണ് നമ്മളായിരിക്കുന്നത്. ഇന്ന് ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ഈ നിത്യതയുടെ വെളിച്ചവും നിത്യജീവന്റെ പ്രത്യാശയുമാണ്. ഈ ലോകത്തിൽ വിശുദ്ധിയോടെ, കൃപയോടെ, സ്നേഹത്തോടെ, താഴ്മയോടെ, ദൈവവചനത്തിൽ, പരിശുദ്ധാത്മാവിൽ നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിത്യതയുടെ വെളിച്ചം പ്രകാശിതമാകണം. ഈ തലമുറയുടെ വലിയ അപജയത്തെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പ്രവചനാത്മാവിൽ നിറഞ്ഞ് അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. കാലം അതിന് അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം 3-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ ശ്രദ്ധാപൂർവ്വം നമുക്ക് വായിക്കാം. വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. ആ വചനം ശ്രദ്ധിച്ച്, ദൈവത്തെ സ്നേഹിക്കുന്നതിനു പകരം, എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, ദൈവത്തെ സ്നേഹിക്കുന്നതിനു പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ള മനുഷ്യർ. ലോകത്തിന്റെ സുഖഭോഗങ്ങളിൽ, ഭോഗേച്ഛകളിൽ ആസക്തിയുള്ളവർ ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം, ദൈവവചനത്തെ സ്നേഹിക്കുന്നതിന് പകരം ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങളിൽ ആകൃഷ്ടരായ ആസക്തിയുള്ള ഒരു തലമുറ. ഞാൻ അതിശയപ്പെട്ടിട്ടുണ്ട് ഈ തിരുവചനം കണ്ട്. എത്ര കൃത്യമായാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പൗലോസ്ലീഹ സംഭവിക്കുന്ന വലിയ ആത്മീയ അപജയത്തെക്കുറിച്ച് വ്യക്തമായി മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം, ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം. വീണ്ടും 5-ാം വചനത്തിൽ പറയുകയാണ്, അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും. ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തി ആ റിയൽ സ്പിരിറ്റ്, യഥാർത്ഥ ചൈതന്യത്തിൽ നിന്ന് അകന്ന് കുറേ ഭക്തിയും കുറേ അനുഷ്ഠാനങ്ങളും പല വിധത്തിലുള്ള ആഘോഷങ്ങളും ആർഭാടങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ഇതിലൊന്നും കർത്താവിൻ്റെ സാന്നിധ്യമില്ല, ഇതിലൊന്നും പരിശുദ്ധാത്മാവില്ല. പലപ്പോഴും നമ്മുടെ ഈ ആഘോഷങ്ങളിലും ആർഭാടങ്ങളിലും പലപ്പോഴും ദൈവഭക്തിയുടെ പേര് പറഞ്ഞാണ് നമ്മൾ പലപ്പോഴും ഇതൊക്കെ ചെയ്യുന്നത്. ശ്രദ്ധിക്കണമേ, ഇതിൽ ദൈവവചനത്തിൻ്റെ ചൈതന്യമില്ല, കർത്താവിൻ്റെ പ്രസൻസ് ഇല്ല. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വെറും ആഘോഷവും മറ്റു കൂത്തരങ്ങുകളുമായി മാറുന്നു എന്ന് മാത്രം. ഇത് വലിയൊരു ആത്മീയ അപചയമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിനും പലപ്പോഴും നമ്മുടെ സമുദായത്തിന് സംഭവിക്കുന്ന ആത്മീയ തകർച്ചയിലേക്കാണ് ഈ വചനം വെളിച്ചം വീശുന്നത്. അനുതാപമില്ലാത്ത, മാനസാന്തരത്തിന് കൃപ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടം. ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ എന്താ പ്രിയപ്പെട്ടവരെ? നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള കൊടിയ തിന്മകള്, പാപമ്ലേച്ഛതയുടെ അതിപ്രസരം. നമ്മുടെ ദേശത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുമാറുള്ള അതുപോലെയുള്ള ദുഷിപ്പുകളും തിന്മകളുടെ കൂത്തരങ്ങുകളും അക്രമങ്ങളും അരാജകത്വങ്ങളും ഇന്ന് അതുപോലെ നടമാടുകയാണ്. എന്നിട്ടും അനുതാപമില്ല സഹോദരങ്ങളെ. മാനസാന്തരത്തിന്റെ കൃപയിലോട്ട്, കർത്താവിന്റെ സ്നേഹത്തിലേക്കുള്ളൊരു തിരിച്ചുവരവിലേക്ക് അനേകർ തയ്യാറാകുന്നില്ല. കാരണം ചെയ്യുന്നത് പാപമാണെന്നും ദൈവവചനത്തോടുള്ള മറുതലിപ്പാണെന്നും ഈ ലോക ജീവിതത്തിനപ്പുറം നമുക്ക് നിത്യമായൊരു ജീവിതമുണ്ടെന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സഹോദരങ്ങളെ, വെളിപാട് ദിവസം 9:21 വളരെ വേദനയോടെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാ. തങ്ങളുടെ കൊലപാതകം, മന്ത്രവാദം, വ്യഭിചാരം, മോഷണം എന്നിവയെ കുറിച്ച് അവർ അനുതപിച്ചില്ല. നോ റിപ്പന്റ്. തങ്ങളുടെ മന്ത്രവാദത്തെ കുറിച്ച്,
തങ്ങളുടെ വ്യഭിചാരത്തെക്കുറിച്ച്, കൊലപാതകത്തെക്കുറിച്ച്, തങ്ങളിൽ വന്നുപോയ മോഷണങ്ങൾ, കവർച്ചകളെ കുറിച്ച് അവർ അനുതപിച്ചില്ല. ഈ വചനത്തിലൂടെ ആത്മാവ് എന്താ പറയുന്നത്? അനുതാപം നഷ്ടപ്പെടുന്നൊരു തലമുറ, അനുതാപത്തിന്റെ ചൈതന്യം ഇല്ലാതാകുന്നൊരു കാലഘട്ടം. ഇത് വളരെ അപകടകരമാണ്, വളരെ അപകടമാണ് സഹോദരങ്ങളെ. ദൈവഭയമില്ല, അറ്റുപോയ ദൈവഭക്തി ഇല്ലാതാകുന്ന ഒരു കാലഘട്ടം. വീണ്ടും വെളിപാട് പുസ്തകം 16:11 വീണ്ടും ആത്മാവ് ആവർത്തിക്കുകയാണ്. വേദനയും വ്രണങ്ങളും മൂലം അവർ സ്വർഗസ്ഥനായ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ കുറിച്ച് അനുതപിച്ചില്ല. എൻ്റെ സഹോദരങ്ങളെ, ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. അനുതാപം നഷ്ടപ്പെട്ട് ഹൃദയം കഠിനമായി തീരുന്നത്. ഹൃദയത്തിൻ്റെ കഠിനത അത് നമ്മളെ നശിപ്പിക്കും, നമ്മളെ തകർത്തു കളയും. വ്യക്തമായി ആത്മാവ് പറയുന്നു, അവർ അനുതപിച്ചില്ല. അവരുടെ പാപപ്രവർത്തികളെ കുറിച്ച്, അവരുടെ ജീവിതത്തിൽ വന്നുപോയ മ്ലേച്ഛതകളെ കുറിച്ച്, അനുസരണക്കേടുകളെ കുറിച്ച്, അവിശ്വസതകളെ കുറിച്ച് അവർ അനുതപിച്ചില്ല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മുടെ കർത്താവ് പറഞ്ഞത്, ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 5-ാം വചനത്തിൽ എന്താ ഈശോ പഠിപ്പിച്ചത്? പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ, അനുതപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും, അതുപോലെ നശിക്കും. അനുതപിക്കാത്ത വ്യക്തികൾക്ക് വലിയ നാശമാണ്. കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടുകയില്ല സഹോദരങ്ങളെ. നമ്മുടെ നിത്യത കർത്താവിനോടൊപ്പം ആയിരിക്കുകയില്ല. നമ്മൾ തിരിച്ചറിയണം. അനുതപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നാശമെന്ന് കർത്താവ് മുന്നറിയിപ്പ് തരിക. നമ്മൾ ഈ ദൂത് മനസ്സിലാക്കണം. വെളിപാട് പുസ്തകം 21:27 നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച്, അനുതപിക്കാത്ത കുടുംബങ്ങൾക്ക്, അനുതപിക്കാത്ത വ്യക്തികൾക്ക്, അനുതപിക്കാത്ത സമൂഹങ്ങൾക്ക് കൊടിയ നാശമാണെന്ന് ആവർത്തിച്ച് പരിശുദ്ധ വചനങ്ങളിലൂടെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. ഇതിന് വെളിച്ചത്തിലാണ് വെളിപാട് 21:27 നമ്മൾ വായിക്കേണ്ടത്. ശ്രദ്ധാപൂർവ്വം വചനം വായിച്ച്, എന്നാൽ കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. മ്ലേച്ഛത പ്രവർത്തിക്കുന്ന ആരും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. കൗടില്യം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി പോലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അശുദ്ധമായതൊന്നും, ഉച്ചത്തിൽ പറഞ്ഞേ, അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അതുകൊണ്ട് യേശു പറഞ്ഞത് അനുതപിക്കുക, റിപ്പന്റ്. അനുതപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൊടിയ നാശമെന്ന് നമ്മെ നോക്കിക്കൊണ്ട കർത്താവ് പറയുന്നത്. നമ്മെ സ്നേഹിക്കുന്ന കർത്താവ്, നമ്മുടെ നാശം ഒരിക്കലും ആഗ്രഹിക്കാത്ത ഈശോ നമ്മോട് പറയാ, അനുതപിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാശം. കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ നമ്മുടെ പേരുണ്ടാവുകയില്ല സഹോദരങ്ങളെ. നാം തിരുവചനത്തോട്ട് വരണം. കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേര് എഴുതപ്പെട്ടില്ലെങ്കിൽ, പേരില്ലെങ്കിൽ സംഭവിക്കുന്ന കൊടിയ നാശം എന്താണ്? വെളിപാട് പുസ്തകം 20:15 നിങ്ങൾ ഉണർവോടെ വായിച്ച്, കണ്ണ് തുറന്ന് ശ്രദ്ധാപൂർവ്വം വായിച്ച്, ജീവന്റെ ഗ്രന്ഥത്തിൽ, കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. എൻ്റെ സഹോദരങ്ങളെ, നിത്യത മുഴുവൻ ഈ അഗ്നി തടാകത്തിൽ, തീ നരകത്തിൽ, എത്ര ദാരുണമായ തകർച്ചയാണത്. നമുക്കത് സംഭവിക്കരുത്. നമ്മൾ ആരും ഈ അഗ്നി തടാകത്തിൽ എറിയപ്പെടുവാൻ ഒരിക്കലും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ തന്നെയാണ് ഈ ശിക്ഷാവിധി സ്വയം ഏറ്റെടുക്കുന്നത്. അനുതപിക്കാതെ, മാനസാന്തരപ്പെടാതെ നമ്മൾ പാപപ്രവർത്തികളിൽ തുടർന്ന് ജീവിച്ച് ഈ ലോകം വിട്ടു പോകുമ്പോൾ നമ്മൾ ഇറ്റേണൽ പണിഷ്മെന്റിലേക്ക് പോകുക. അത് ദൈവത്തിന് നീതിയാണ് സഹോദരങ്ങളെ. അത് ദൈവം ചെയ്യുന്നതല്ല, നമ്മൾ സ്വയം ഏറ്റെടുക്കുന്നതാണ്. വെളിപാട് പുസ്തകം 22:14-15 ഞാൻ പലപ്പോഴും വായിച്ച് ധ്യാനിക്കുന്നൊരു വചനമാണ്.
ജീവന്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. തങ്ങളുടെ ജീവിതം കഴുകി വെടിപ്പുള്ളതാക്കി തീർക്കുന്നവരെ അവരാണ് ഭാഗ്യവാന്മാരെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരാണ് ബ്ലെസ്സഡ്, അനുഗ്രഹിക്കപ്പെട്ടവരെ. എത്ര എത്ര അത്ഭുതകരമായ വചനമാണിത്. ജീസസ് ജീസസ്. എന്നാൽ 15-ാം വചനത്തിലൂടെ ആത്മാവ് തരുന്ന മുന്നറിയിപ്പ് എന്താ? നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ നിങ്ങൾ ഒരുമിച്ച് വായിക്കണം. ഒന്നിച്ച് ഈ തിരുവചനം കേൾക്കുന്ന കാണുന്ന എല്ലാവരും ഒരുമിച്ച് വായിക്കണം. അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലം സ്വർഗരാജ്യത്തിൽ നിന്ന് പുറത്ത്. പിന്നെ അവരുടെ അവസ്ഥ എവിടെയാ? അത് കർത്താവിന് അറിയൂ. പേരില്ലെങ്കിൽ അഗ്നി തടാകത്തിലാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇത് വളരെ വളരെ പരിതാപകരമായ, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ കൊച്ചു ബുദ്ധിക്കൊന്നും ഇത് മനസ്സിലാക്കാൻ പറ്റില്ല സഹോദരങ്ങളെ. ഇതൊരിക്കലും കർത്താവ് നമുക്കൊരുക്കുന്നതല്ല. കർത്താവ് നമുക്ക് ഒരുക്കി തരുന്നത് കർത്താവിനോട് കൂടെ നിത്യത മുഴുവൻ സ്വർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ള അതാ ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മുടെ ആരുടെയും നാശം കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ആരെയും കർത്താവ് നരകത്തിലേക്ക് തള്ളിവിടുന്നില്ല. അത് നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാ, നമ്മൾ സ്വയം തെരഞ്ഞെടുക്കുന്നതാ. എനിക്ക് അഗ്നി തടാകം മതി, എനിക്ക് തീ നരകം മതി, ഞാൻ ചൂസ് ചെയ്യുന്നതാ. അല്ലാതെ കർത്താവ് എന്നെ തള്ളിവിടുന്നതല്ല സഹോദരങ്ങളെ. നമ്മുടെ ആരുടെയും നാശമല്ല, നിത്യമായ രക്ഷയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3:15 എല്ലാവരും പെട്ടെന്ന് എടുത്തുനിന്ന് വായിച്ച വചനം. യോഹന്നാൻ 3:15. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം മനുഷ്യവർഗത്തെ ലോകം മുഴുവനെയും അത്രമാത്രം സ്നേഹിച്ചു. ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ ഉള്ളടക്കമാണ് ഈ പരിശുദ്ധ വചനം. നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഈ വചനമാണ് സുവിശേഷത്തിന്റെ മുഴുവൻ കാതൽ എന്ന് പറയുന്നത്. സുവിശേഷത്തിന്റെ മുഴുവൻ മെസ്സേജ് ഈ ഒറ്റ വചനത്തിൽ ആത്മാവ് നൽകിയിരിക്കുകയാണ്. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. മൈറ്റി പവർ, മൈറ്റി പവർ, മൈറ്റി പവർ. അത്രമാത്രം നമ്മെ കർത്താവ് സ്നേഹിച്ചു. പൗലോസ്ലീഹ തിമോത്തിയോസിന് 1 ലേഖനം 2:4, 1 തിമോത്തി 2:4 ഉണർവോടെ വായിച്ച് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ്. കർത്താവായ യേശുക്രിസ്തുവാണ് സത്യം. സത്യം അറിയണമെന്നും ഈശോയെ സ്വന്തമാക്കണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത്, കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാശമല്ല. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞേ, നമ്മുടെ നാശം ഒരിക്കലും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞേ, നമ്മുടെ നാശം ഒരിക്കലും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ നിത്യരക്ഷയാണ്, നിത്യജീവനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതാണ് സ്വർഗത്തിന്റെ മനസ്സ്, സ്വർഗത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത്. പത്രോസിന്റെ 2 ലേഖനം 3:9 കൂടി നമുക്ക് പെട്ടെന്ന് വായിക്കാം. 2 പീറ്റർ 3:9 എന്താ പറയുന്നത്? കാലവിളംബത്തെ കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിച്ച് നിത്യരക്ഷ പ്രാപിക്കണമെന്നതുകൊണ്ട് നമ്മോട് ദീർഘക്ഷമ ദൈവം കാണിക്കുന്നു. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിച്ച് നിത്യജീവൻ സ്വന്തമാക്കണമെന്നുള്ളതാണ് നമ്മെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ മനസ്സ്. നമ്മൾ അനുതപിച്ച് നിത്യരക്ഷ, ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ സ്വന്തമാക്കണം. അപ്പോൾ നിത്യശിക്ഷ, ഇറ്റേണൽ പണിഷ്മെന്റ് ആകട്ടെ, ഇറ്റേണൽ ലൈഫ് ആകട്ടെ, നമ്മളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജീവനും മരണവും നമ്മുടെ മുൻപിലുണ്ട്. നമുക്ക് ഏത് വേണം തിരഞ്ഞെടുക്കാം. സഹോദരങ്ങളെ, നമ്മൾ എന്താണ് ചൂസ് ചെയ്യുന്നത്? ജീവനാണോ അതോ മരണമാണോ? ഇറ്റേണൽ ലൈഫാണോ ഇറ്റേണൽ പണിഷ്മെന്റ് ആണോ? നമ്മൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത്? നമ്മുടെ ഭാഗതയും എന്തിലാണ്? നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 45 46 വചനങ്ങൾ നമുക്കൊന്നിച്ചു വായിക്കാം. അവൻ മറുപടി പറയും,
സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. 46-ാം വചനം, ഇവർ നിത്യശിക്ഷയിലേക്കും, ഒരുമിച്ച് വായിച്ചേ, ഇവർ നിത്യശിക്ഷയിലേക്കും, ഇവർ നിത്യശിക്ഷയിലേക്കും, നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. അവിടെ ഒരു വേർതിരിവുണ്ടാവുകയാണ്. ഒന്ന്, ഒരു കൂട്ടർ ഇറ്റേണൽ ലൈഫിലോട്ട്, മറ്റൊരു കൂട്ടർ ഇറ്റേണൽ പണിഷ്മെന്റ്, നിത്യശിക്ഷയിലോട്ട്. എൻ്റെ സഹോദരങ്ങളെ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും കർത്താവിൻ്റെ അപ്രത്യാഗമനത്തിൽ സംഭവിക്കുന്ന അന്ത്യവിധിയിൽ ഇതാണ് സംഭവിക്കുന്നത്. കോലാടുകളെ ചെമ്മരിയാടുകളെ അവൻ വേർതിരിക്കും. കർത്താവിനോട് ചേർന്ന് ജീവിച്ച് വിശ്വസ്തയോടെ ജീവിച്ചവർ നിത്യജീവനിലേക്കും, മറ്റവർ നിത്യശിക്ഷയിലേക്കും. നമ്മൾ ഇതിലേതിലാണ് ഉൾപ്പെടുക? ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങളെ. അപ്പോൾ നിത്യശിക്ഷ, നിത്യ നരകം എന്ന് പറയുന്നത് കെട്ടുകഥയല്ല. സ്വർഗ നരക ശുദ്ധീകരണ സ്ഥലങ്ങള്, എൻ്റെ സഹോദരങ്ങളെ, ഇത് കെട്ടുകഥകളോ മനുഷ്യൻ നന്നായി നടക്കുവാൻ മതം കണ്ടുപിടിച്ച സൂത്രമോ ഏതെങ്കിലും വ്യക്തികളുടെ ഭാവന സൃഷ്ടിയോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുടെ വ്യക്തിപരമായ വെളിപാടല്ല. പരിശുദ്ധ ബൈബിൾ, കർത്താവിൻ്റെ സത്യവചനം ഈ വിശ്വാസ സത്യങ്ങളെ സ്ഥിരീകരിക്കുന്നു. പരിശുദ്ധ സഭയുടെ പ്രബോധന അധികാരം ഈ സത്യങ്ങളെ സ്ഥിരീകരിക്കുന്നു. നരകത്തിൻ്റെ അസ്തിത്വത്തെ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പ്രബോധന അധികാരം സ്ഥിരീകരിക്കുകയാണ്. ഒരു സംശയം വേണ്ട നമുക്ക്. പരിശുദ്ധ സഭ നരകത്തെക്കുറിച്ച് എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? ഇത് സഭയുടെ പ്രബോധനമാണ്. 1033 ഖണ്ഡിക കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. മനസ്തപിച്ച് ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹം സ്വീകരിക്കാതെ മാരക പാപത്തിൽ മരിക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ സ്വതന്ത്രമായ തീരുമാനപ്രകാരം എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുക എന്നതാണ്. ദൈവത്തോടും വാഴ്ത്തപ്പെട്ടവരോടുമുള്ള സംസർഗത്തിൽ നിന്ന് സുനിശ്ചിതമായി നമ്മെ തന്നെ വേർപ്പെടുത്തി നിർത്തുന്ന അവസ്ഥയെ നരകമെന്ന് വിളിക്കുന്നു. നരകമെന്ന് വിളിക്കുന്നു. സഹോദരങ്ങളെ, എന്താണ് നരകം? പരിശുദ്ധ സഭ വളരെ കൃത്യതയോടെ സഭാമക്കളെ പഠിപ്പിക്കുകയാണ്. ഇത് കെട്ടുകഥയല്ല, ഇത് ഏതെങ്കിലും വ്യക്തിയുടെ വ്യക്തിപരമായ വെളിപാടല്ല, ഇത് ആരുടെയെങ്കിലും ഭാവന സൃഷ്ടിയല്ല. ഇത് പരിശുദ്ധ സഭയുടെ പ്രബോധന അധികാരം നരകത്തിൻ്റെ അസ്തിത്വത്തെ സ്ഥിരീകരിക്കുന്നു. വീണ്ടും 1035 ഖണ്ഡികയിൽ എന്താണ് സഭ പഠിപ്പിക്കുന്നത്? നരകത്തിൻ്റെ അസ്തിത്വത്തെയും അതിൻ്റെ നിത്യതയെയും സഭയുടെ പ്രബോധനം സ്ഥിരീകരിക്കുന്നു. മാരക പാപത്തിന്റെ അവസ്ഥയിൽ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരിച്ചാലുടനെ, ശ്രദ്ധിച്ചു, ഉണർവോടെ വായിച്ച്, ദൈവഭയത്തോടെ വായിച്ച്, ആത്മാക്കൾ മരിച്ചാലുടനെ നരകത്തിലേക്ക് പതിക്കുന്നു. ദൈവമേ, എത്ര ഘോരമായ അവസ്ഥയാണത്! അനുതാപമില്ല, മാനസാന്തരമില്ലാതെ മാരകപാപത്തിൽ ജീവിച്ച് മരിക്കുന്ന ഏതൊരു ആത്മാവും, അതാരാണ് എന്താണ് നമുക്കറിയില്ല. അത് കർത്താവിന് മാത്രമേ അറിയൂ. ആരും വിധിക്കാൻ നമുക്ക് അധികാരമില്ല. സഭ അതിനെക്കുറിച്ച് പറയും, സഭയ്ക്ക് പോലും അറിയില്ല. സഭ എന്താ പറയുന്നത്? അനുതാപമില്ലാതെ മാരക പാപത്തിൽ ജീവിച്ച് മരിക്കുന്ന ഒരാത്മാവ് മരിച്ചാൽ ഉടനെ നരകത്തിൽ നിപതിക്കുന്നു. ശ്രദ്ധിച്ചു വായിച്ച്, നരകത്തിൽ നിപതിക്കുന്നു. അവിടെ അവർ നിത്യാഗ്നിയായ നരക പീഡനങ്ങൾ അനുഭവിക്കും. നരകത്തിലെ പ്രധാന ശിക്ഷ ദൈവത്തിൽ നിന്നുള്ള എന്നേക്കുമായ വേർപാടാണ്. എന്തൊരു ദുരന്തമാണത് സഹോദരങ്ങളെ! എന്നേക്കുമായുള്ള, ഫോർ എവർ, എന്നേക്കുമായി ദൈവത്തിൽ നിന്നുള്ള ആ വേർപെടലിനെയാണ് നരകമെന്ന് പറയുന്നത്. നരകമെന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്തുമാത്രം ദൈവഭയത്തോടെ, ജാഗ്രതയോടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ശ്രദ്ധിക്കണം. വീണ്ടും 1037 ഖണ്ഡികയിൽ പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നു, നരകത്തിൽ പോകാൻ ആരെയും ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. ആരുടെ നാശം കർത്താവ് ആഗ്രഹിക്കുന്നില്ല എന്ന് പരിശുദ്ധ വചനങ്ങളിലൂടെ വ്യക്തമായി ആത്മാവ് നമ്മളെ പഠിപ്പിച്ചു.
കാരണം അത് ദൈവത്തിൽ നിന്ന് മനഃപൂർവ്വമുള്ള ഒരു പിന്തിരിയിലും മാരകപാപം. അവസാനം വരെ അനുതാപമില്ലാതെ ആ മാരക പാപത്തിൽ ഉറച്ചു നിൽക്കലാണ്. ആരും നശിക്കാതിരിക്കാനും എല്ലാവരും അനുതാപത്തിലേക്ക് വരാനും ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി സഭ കുർബാനയിലും തൻ്റെ വിശ്വാസികളുടെ അനുദിന പ്രാർത്ഥനകളിലും അപേക്ഷിക്കുന്നുണ്ട് എൻ്റെ സഹോദരങ്ങളെ. എന്തുമാത്രം വിറയിലോടും ദൈവഭയത്തോടും കൂടെ ഈ ലോകത്തിൽ നമ്മൾ കർത്താവിനോട് ചേർന്ന് ജീവിക്കണം. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, പൂർവാധികം ഭയത്തോടും വിറയിലോടും കൂടെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവീൻ. ഹല്ലേലൂയ. നമ്മുടെ സ്വന്തം ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. അതിന് ഗൗരവത്തോടെ കാണണം. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ രക്ഷ ഉറപ്പുവരുത്തി ജീവിക്കുന്നതിൽ ജാഗ്രതയുള്ളവരാകണം. മനസ്സിലാകുന്നവർ കർത്താവെ കൃപ തരണമേ, ദൈവ കൃപയ്ക്ക് വേണ്ടി, ഈ ഒരു അനോയിന്റിങ്ങിന് വേണ്ടി നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തി ജീവിക്കാൻ, ദൈവഭയത്തോടെ ജീവിക്കാൻ, കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ, വിശുദ്ധിയോടെ ജീവിക്കാൻ, സ്നേഹത്തോടെ ജീവിക്കാൻ, പങ്കുവെച്ച് ജീവിക്കാൻ, പരിശുദ്ധാത്മാവിൽ ജീവിക്കാൻ, ദൈവവചനത്തിൽ ജീവിക്കാൻ കൃപ തരണമേ. ആഗ്രഹിച്ച് കരമേറ്റി വിളിച്ച് യേശുവേ വിളിച്ച് പ്രാർത്ഥിച്ച ഈശോ ബലഹീനതയിൽ ബലമേകും ആ വരികൾ പാടി കർത്താവിനെ സ്തുതിക്കുകയാണ്. കരങ്ങളുയർത്തി വിളിച്ച് സ്നേഹത്തോടെ വിളിച്ച് ഈശോയെ കൃപ തരണമേ, കൃപ ചൊരിയണമേ. വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക്, സമൂഹങ്ങളിലേക്ക് കൃപ ഒഴുക്കണമേ. കർത്താവേ സ്തുതിക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു. Anointing. അനുതാപം നൽകണമേ, മനസാന്തരം നൽകണമേ. എല്ലാ പാപത്തിന്റെ കടങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം തരണമേ. പാപക്കടങ്ങൾക്ക് പൊറുതി തരണമേ. കർത്താവേ കരുണയ്ക്കായി ഞങ്ങൾ യാചിക്കുന്നു. കരങ്ങൾ തുറന്നു പിടിച്ച് ബലഹീനതയിൽ ബലമേകും ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. കൃപയാൽ അനുദിനവും ഹൃദയം തുറന്ന് ആഗ്രഹത്തോടെ പാടിക്കേ. കർത്താവേ കൃപ പകരണമേ, കൃപ വർഷിക്കണമേ, കൃപ നൽകണമേ. ആമേൻ. കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി യേശുവേ. സ്നേഹത്തോടെ വിളിക്കുന്നു ഈശോയെ. കർത്താവേ അങ്ങയുടെ തിരുനാമത്തെ വിളിക്കുന്ന ഓരോ ആത്മാവിലേക്കും, ഓരോ ജീവിതത്തിലേക്കും, ഓരോ കുടുംബത്തിലേക്കും കർത്താവേ കൃപ ഒഴുക്കണമേ, കൃപ വർഷിക്കണമേ, കൃപ ചൊരിയണമേ. ആമേൻ. സ്നേഹത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്റെ സഹോദരങ്ങളെ, നിത്യനരകത്തിന്റെ തീ നരകത്തിൻ്റെ അസ്തിത്വത്തെ പരിശുദ്ധ സഭയുടെ പ്രബോധനം സ്ഥിരീകരിക്കുകയാണ്. നരകം ഒരു കെട്ടുകഥയല്ല, അതൊരു മിഥ്യാധാരണയല്ല, അത് യാഥാർത്ഥ്യമാണെന്ന് പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നു. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഏറ്റവും അധികം പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോസ്തലന്മാരോ പ്രവാചകന്മാരോ രക്തസാക്ഷികളൊന്നുമല്ല. അവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ കർത്താവ് തന്നെയാണ് ഏറ്റവും അധികം ഈ നിത്യസത്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്താണ് അതിന് കാരണം? അത് മറ്റൊന്നുമല്ല, അത്രയും പ്രാധാന്യമുള്ളതാണ് ഈ സത്യങ്ങൾ എന്ന് നമ്മെ അറിയിക്കുവാനാണ് കർത്താവ് തന്നെ ഈ ടീച്ചിങ്, ഈ പ്രബോധനങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്.
വെളിപാട് പുസ്തകം 20:15 കണ്ടു. എന്താ നമ്മൾ കണ്ടത്? കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നിത്തടാകത്തിലേക്ക്, നിത്യ നരകത്തിലേക്ക് എറിയപ്പെട്ടു. വചനം സ്ഥിരീകരിക്കുക, അഗ്നിത്തടാകമുണ്ട്, നിത്യ നരകമുണ്ട്, എറിയപ്പെട്ടു. വീണ്ടും വെളിപാട് 20:10 വന്നേ. വെളിപാട് പുസ്തകം 20:10. അവരെ വഴിതെറ്റിക്കുന്ന പിശാചാകട്ടെ മൃഗവും വ്യാജ പ്രവാചകനും വസിച്ചിരുന്ന ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഗന്ധകാഗ്നി തടാകം, അവിടെ രാപ്പകൽ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെടും. അവർ പീഡിപ്പിക്കപ്പെടും. ഇത് കർത്താവിൻ്റെ പരിശുദ്ധ വചനങ്ങളാണ്. എൻ്റെ സഹോദരങ്ങളെ, നിത്യനരകത്തെക്കുറിച്ച് കർത്താവ് എന്താണ് പഠിപ്പിച്ചിരിക്കുന്നത്? ഇത് കർത്താവിൻ്റെ ടീച്ചിങ്ങാ. നിങ്ങൾ ശ്രദ്ധയോടിരിക്കണമേ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 29-ാം വചനത്തിൽ ഈശോ പറഞ്ഞു, വലത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് ചുഴുന്നെടുത്ത് എറിഞ്ഞ് കളയുക. അതിനർത്ഥം എന്താ? നമ്മളത് ഫിസിക്കലി ചെയ്യുക കർത്താവ് പറയുന്നത്. കാരണം അശുദ്ധമായി ഇതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അപ്പം നമ്മുടെ കണ്ണുകളെ പരിശുദ്ധാത്മാവിൽ സൂക്ഷിക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ആർത്തിയുള്ള അവയവമാണ് കണ്ണ്. ഈ കണ്ണിൻ്റെ പ്രത്യേകത എന്താ? കാണാൻ സുഖമുള്ളതെല്ലാം സ്വന്തമാക്കുവാനുള്ള ഒരു അത്യാർത്തി. ഈ കണ്ണിൻ്റെ ദുരാശയിലൂടെ പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് തൊടുത്തുവിടും. ഈശോ പറഞ്ഞു, അതുകൊണ്ട് കണ്ണിനെ പരിശുദ്ധാത്മാവിൽ സൂക്ഷിക്കണം. തുറന്ന് എന്താ കർത്താവ് പഠിപ്പിച്ചത്? ശരീരമാകെ നരകത്തിലേക്ക് കണ്ടു. ഈശോ പറയാ, അപ്പൊ നരകമുണ്ട്. നരകത്തെക്കുറിച്ച് ഈശോ പറയാണ്, നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുകയാണ്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 13:44 ഒന്ന് വായിച്ച് 41. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരയക്കുകയും അവർ അവന്റെ രാജ്യത്തു നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക്, തീ നരകം, നിത്യ നരകത്തിലേക്ക്, അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. വീണ്ടും 13:49. യുഗാന്തത്തിൽ ഇതുപോലെ സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. വീണ്ടും മത്തായിയുടെ സുവിശേഷം 23:15. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരീസയരെ, നിങ്ങൾക്ക് ദുരിതം. ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു. ഒരു ഉച്ചത്തിൽ വായിച്ച് തളരരുത്. തിരുവചന വായിക്കുന്നത് വചനം ഉണർവോടെ വായിച്ചു ഭക്ഷിക്കുക. നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു. ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ ഇരട്ടി നരകസന്തതിയാക്കി തീർക്കുന്നു, നരകത്തിൻ്റെ സന്താനമാക്കി. അപ്പോൾ നരകം കർത്താവ് പഠിപ്പിക്കുകയാണ്. അത് യാഥാർത്ഥ്യമാണ്. നരകത്തിൻ്റെ സന്താനമാക്കി നിങ്ങൾ മാറ്റുന്നു. വീണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞു, മാർക്കോസിന്റെ സുവിശേഷം 9:48 എന്താണ് ഈശോ പഠിപ്പിച്ചത്? പുഴുചാകാത്തതും തീ കെടാത്തതുമായ, ഇതൊക്കെയാണ് പുഴുചാകാത്തതും തീ കെടാത്തതുമായി നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. പുഴുചാകാത്തതും തീ കെടാത്തതുമായ അഗ്നികുണ്ഡത്തിലേക്ക്, അഗ്നി തടാകത്തിലേക്ക്. കെട്ടുകഥയല്ല. നമ്മൾ ആരും നിന്നും പേടിക്കണ്ട. നമ്മളെന്തിനു ഭയപ്പെടുന്നത്? യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് നിത്യശിക്ഷയില്ല, അവർക്ക് ശിക്ഷാവിധിയില്ല. ഹല്ലേലൂയ. അവർക്ക് പ്രതിഫലങ്ങളാണ്. നമ്മൾ 2-3 ദിനങ്ങളെ അത് പഠിച്ചതാണ്. അവർക്ക് പ്രതിഫലങ്ങളാണ്. ഇറ്റേണൽ ലൈഫ്, അവർക്ക് നിത്യജീവനാണ്. നമ്മൾ ഭയപ്പെടേണ്ട. പക്ഷേ ഈ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കണം. ആത്മനാശം സംഭവിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് സഹോദരങ്ങളെ. വിശ്വസിച്ച് അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കൃപ തരണമേ. നശിക്കുന്ന ആത്മാക്കളെ നേടുവാൻ, അവർക്ക് വേണ്ടി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 12:5 വന്ന്
12:5 എന്താണ് ഈശോ പഠിപ്പിക്കുന്നത്? എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ. കണ്ടോ, നരകത്തിൽ വീണ്ടും കർത്താവ് ആവർത്തിച്ച് പഠിപ്പിക്കുക, നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവീൻ. അധികാരമുള്ളവരെ നിങ്ങൾ ഭയപ്പെടുവീൻ. സഹോദരങ്ങളെ, ഈ അഗ്നി തടാകത്തിൻ്റെ, ഈ നിത്യ നരകത്തിൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കാം. നമ്മുടെ കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പല വിശുദ്ധാത്മാക്കൾക്ക് നരക ദർശനം കർത്താവ് കൊടുത്തിട്ടുണ്ട്. കർത്താവിൻ്റെ പഠനത്തിൽ ആ ലാസറും ധനവാനോടുള്ള ഉപമയിൽ അത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നരകത്തിൻ്റെ യഥാർത്ഥ അവസ്ഥകളെ നമ്മളെ ബോധ്യപ്പെടുത്തുവാനാണ്. സ്വർഗത്തിൻ്റെ അവസ്ഥകളും ഈശോയെ സ്വന്തമാക്കി ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലവും അതിനെ തിരസ്കരിച്ച് അവഗണിച്ച് ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന ആ നിത്യശിക്ഷയും ഈശോ കാണിച്ചു തരികയാണ്. ലൂക്കായുടെ സുവിശേഷം 16:23 എന്താണ് കർത്താവ് പറഞ്ഞത്? അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ, അപ്പം നരകം അത് പീഡകളുടെ സ്ഥലമാണ് സഹോദരങ്ങളെ. ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കണം, നരകം അത് പീഡകളുടെ സ്ഥലമാണ്. അവൻ പീഡിപ്പിക്കപ്പെടുമ്പോൾ, നരകത്തിൽ ആ ധനവാൻ പീഡിപ്പിക്കപ്പെടുമ്പോൾ അത് പീഡകളുടെ സ്ഥലമാണ്. അവൻ കണ്ണുയർത്തി നോക്കി, അങ്ങ് ദൂരെ അബ്രഹാമിന്റെ മടിയിൽ ലാസർ കിടക്കുന്നത് ധനവാൻ കാണുകയാണ്. വീണ്ടും നിങ്ങൾ തിരുവചനം പറയുന്ന 24-ാമത്തെ വചനം വായിച്ച് 16:24. അപ്പോൾ അത് പീഡകളുടെ സ്ഥലമാണ്. രണ്ടാമത് എന്താ വചനം പഠിപ്പിക്കുന്നത്? 16:24 എന്താ പറയുന്നത്? ലൂക്ക 16:24 വചനം പറയുന്നു. എന്താ പറയുന്നത്? ആ ധനവാൻ വിളിച്ചു പറയാണ്, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. തന്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ വിടണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അത് യാതനകളുടെ സ്ഥലമാണ്. ശ്രദ്ധിച്ചേ, ഒന്ന് പീഡകളുടെ സ്ഥലം, രണ്ട് അത് യാതനകളുടെ സ്ഥലമാണ്. സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം. നരകത്തെ പേടിച്ചിട്ടല്ല, കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ വിശുദ്ധിയോടെ ദൈവഭയത്തോടെ ജീവിക്കേ, സ്നേഹത്തോടെ ജീവിക്കേ, പരിശുദ്ധാത്മാവിൽ ജീവിക്കേ, ദൈവവചനത്തിൽ ജീവിക്കേ. ഹല്ലേലൂയ. കർത്താവേ, കൃപ തരണമേ. യാതനകളുടെ സ്ഥലം നരകം, അത് യാതനകളുടെ സ്ഥലമാണ്. മൂന്നാമത് എന്താ പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നത്? കർത്താവ് പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം വചനത്തിൽ 16:26 എന്താ വചനം പറയുന്നത്? കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങൾ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കില്ല. ഒരിക്കലും ഒരു ആത്മാവ് നരകത്തിൽ അകപ്പെട്ടാൽ പിന്നെ ഒരിക്കലും ഫോർ എന്നേക്കും നിത്യകാലം ആ നരക തടാകത്തിലാണ്. പുറത്തേക്ക് വരാൻ സാധ്യമല്ല. എത്ര ഘോരമായ, എത്ര വളരെ നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല സഹോദരങ്ങളെ. എത്ര ദാരുണമായൊരു അവസ്ഥയെ സഹോദരങ്ങളെ. ഒരിക്കലും പുറത്തു വരാൻ പറ്റത്തില്ല. കർത്താവിന്റെ വചനം കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ശക്തിയോടെ പറഞ്ഞേ. ഇനി പത്രോസിൽ 2-ാമത്തെ ലേഖനം 2:4 വന്നേ. 2 പീറ്റർ 2:4 എന്താ വചനം പറയുന്നത്? പാപം ചെയ്ത ദൂതന്മാര് ദൈവം വെറുതെ വിട്ടില്ല, വിധി ദിനം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടുന്ന് നരകത്തിലെ ഇരുൾക്കുഴികളിലേക്ക് തള്ളിവിട്ടു. ഇരുൾക്കുഴികള്, ഈ വളരെ ഇരുട്ടുള്ള മരിയ ഫൗസ്റ്റീനയുടെ ആ സന്ദേശങ്ങൾ കാണാൻ പറ്റും. നമ്മൾ പിന്നീട് അത് കാണും. ഇരുട്ടിൻ്റെ നമുക്ക് പരസ്പരം കാണാൻ പറ്റാത്ത വിധം കൂരിരുട്ട്, അങ്ങനെയുള്ള ഇരുൾക്കുഴികള്, വലിയ ഗർത്തങ്ങള്, അതുപോലെ ഗർത്തങ്ങള് സഹോദരങ്ങളെ. ആ ഇരുൾക്കുഴികളിലേക്ക് ഈ നശിച്ചുപോയ ആത്മാക്കളെ നിബന്ധിക്കുകയാണ്. ഇരുൾക്കുഴികള്, യാതനയുടെ സ്ഥലം, പീഡനങ്ങളുടെ സ്ഥലം,
വീണ്ടും കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നു. എന്താണ് ആത്മാവ് പറയുന്നത്? വെളിപാട് പുസ്തകം 14 അധ്യായം 11 വചനം. വെളിപാട് 14:11 വായിച്ചേ. അവരുടെ പീഡനത്തിൻ്റെ പുക എന്നെന്നും ഉയർന്നുകൊണ്ടിരിക്കും. മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും ആരാധിക്കുന്നവർക്കും അതിന്റെ നാമമുദ്ര സ്വീകരിക്കുന്നവർക്കും രാപ്പകൽ. ഒരുമിച്ച് പറഞ്ഞ രാപ്പകൽ. ഒരൽപ്പുടെ സ്വരത്തിൽ പറഞ്ഞ രാവും പകലും. രാപ്പകൽ ഒരു ആശ്വാസവും ഉണ്ടായിരിക്കുകയില്ല. കണ്ടു? അപ്പൊ നരകത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താ? രാവും പകലും ഒരു ആശ്വാസവും ഇല്ല ദൈവമക്കളെ. അവിടെ സമാധാനമില്ല, ആശ്വാസമില്ല. പീഡനങ്ങളും യാതനകളും പിറുപിറുപ്പുകളും ദുഷിപ്പ് വാക്കുകളും പല്ലിറുമുകളും. അതുപോലെ ഇരുളുള്ള ഒരു സ്ഥലം. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. കർത്താവിൻ്റെ വലിയ കാരുണ്യം കൊണ്ട് ദൈവ കരുണയുടെ അപ്പോസ്തലയായി പരിശുദ്ധ സഭ ഉയർത്തിയിരിക്കുന്ന വിശുദ്ധയായ മറിയ ഫൗസ്റ്റീനാമയ്ക്ക് കർത്താവ് നരക ദർശനം കൊടുത്തു. ദൈവ കരുണയുടെ ഡയറി കുറിപ്പുകളിൽ വിശുദ്ധ ഈ സത്യം മനോഹരമായി എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നിച്ചത് വായിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച്, പരിശുദ്ധ സഭയുടെ പ്രബോധന അധികാരം നരകത്തിൻ്റെ അസ്തിത്വത്തെ സ്ഥിരീകരിക്കുന്നു. നമ്മുടെ കർത്താവ് വളരെ ശക്തമായ ഭാഷയിൽ നിത്യ നരകത്തെ പഠിപ്പിച്ചു. നരകത്തിൻ്റെ അസ്തിത്വത്തെ, നരകമെന്ന യാഥാർത്ഥ്യത്തെ കൃത്യമായി പഠിപ്പിക്കുക. പിന്നെ എന്തിനാണ് നമ്മൾ സംശയിക്കുന്നത്? കർത്താവ് ഒരിക്കലും കള്ളം പറയില്ല. അവൻ സത്യവാനും നീതിമാനുമായ ദൈവമാണ്. അവൻ നീതിയുടെ ദൈവമാണ്. അവൻ 100% സത്യമാണ്. അവൻ സത്യത്തിൻ്റെ ദൈവമാണ്. കർത്താവ് ഇത്രയും കൃത്യതയോടെ നിത്യ നരകത്തെ പഠിപ്പിച്ചിരിക്കുക സഹോദരങ്ങളെ. ആ നരകത്തിന് പ്രത്യേകതകളൊക്കെ എത്ര സ്പഷ്ടമായിട്ട് പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത് എന്താ നമ്മളാരും അവിടെ എത്താതിരിക്കാനാണ്. നമ്മളാരും ഈ നിത്യ നരകത്തിന് അർഹരാകാതിരിക്കാൻ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ് ഈ പ്രബോധനങ്ങൾ. മരിയ ഫൗസ്റ്റീന വ്യക്തമായി ആ നരക ദർശനം കണ്ട് എന്താണ് സാക്ഷ്യപ്പെടുത്തിയത് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ വായിച്ച്. ഫൗസ്റ്റീന നരക ദർശനം ശേഷം എഴുതിയത് ദൈവത്തിൻ്റെ കൽപ്പനയാൽ. ഒന്നിച്ചു വായിക്കണം. സിസ്റ്റർ ഫൗസ്റ്റീന കൊവൽസ്ക നരകത്തിൻ്റെ അഗാധ ഗർത്തങ്ങൾ സന്ദർശിച്ചു. ചിലർ വായിക്കുന്നില്ലല്ലോ, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഓൺലൈൻ ആണെങ്കിലും എനിക്കിത് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ഒന്നിച്ച് വായിച്ച് ക്ഷീണമൊക്കെ മാറ്റി ഉണർവോടെ വായിച്ച്. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, ഒരു നരകമുണ്ടെന്ന് അവിശ്വസിച്ച ആത്മാക്കളാണ് അവരിലേറെയും. ഈ ജീവിതകാലത്ത് നരകമില്ല എന്ന് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും എഴുതുകയും വിശ്വസിക്കുകയും ചെയ്ത ഒത്തിരിയേറെ ആത്മാക്കൾ നിത്യ നരകത്തിൽ ഫൗസ്റ്റീന കാണുകയാണ്. എന്ത് ദാരുണമായൊരവസ്ഥ സഹോദരങ്ങളെ. അത് വലിയ പീഡകളുടെ ഒരു സ്ഥലമാണ്. എത്ര ഭയാനകമായ രീതിയിൽ ബൃഹത്തും വിസ്തൃതവുമാണ് അത്. ഞാൻ കണ്ട പീഡകൾ ഇവയാണ്. 7 പീഡകളായിട്ടാണ് ഫൗസ്റ്റീനമ്മ ആ ഡയറി കുറിപ്പിൽ ഈ നരകത്തിൻ്റെ അവസ്ഥകൾ വിവരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പീഡയായി എന്താണ് അതാണ് ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ അസാന്നിധ്യം. നരകത്തെ നരകമാക്കി മാറ്റുന്നത് അവിടെ കർത്താവില്ല. ഒരിക്കലും അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരില്ല. നരകത്തെ നരകമാക്കുന്നത് കെടാത്ത തീയോ ചാകാത്ത പുഴുവോ അല്ലെങ്കിൽ അവിടെ ആ ഇരുളിൻ്റെ ഗർത്തങ്ങളോ പിശാചിൻ്റെ സാന്നിധ്യമോ അലറിയോ അല്ലെങ്കിൽ ദുഷിപ്പ് വാക്കുകളോ ഇതൊന്നുമല്ല. അവിടെ കർത്താവില്ല. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല. അപ്പൊ ദൈവത്തിൻ്റെ അസാന്നിധ്യമാണ് നരകത്തിൻ്റെ ഏറ്റവും ഭയാനകത. അതാണ് നരകത്തെ നരകമാക്കുന്നത്. ഇതാണ് മരിയ ഫൗസ്റ്റീനെ കണ്ട ഒന്നാമത്തെ കാര്യം. നമ്മൾ പരിശുദ്ധ വചനത്തിലൂടെ കർത്താവ് പഠിപ്പിച്ചു. പരിശുദ്ധ സഭ പ്രബോധനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചു. രണ്ടാമത്തെ പീഡയായി എന്താ ഫൗസ്റ്റീനമ്മ പറയുന്നത്? നിരന്തരമായ മനസാക്ഷിക്കുത്താണ്. നിരന്തരമായ മനസാക്ഷിക്കുത്ത്.
ഗിൽറ്റി, ഭയങ്കരമായ കുറ്റബോധവും മനസാക്ഷി കുത്തുന്നു. ആലോചിച്ച് നോക്കി എന്തൊരവസ്ഥയാ. 5 മിനിറ്റ് 10 മിനിറ്റ് നേരത്തേക്കല്ല, രാപ്പകൽ, അതും എക്കാലം, നിത്യകാലം, ഫോർ എവർ മനസാക്ഷി കുത്ത്. 3-ാമത്തെ പീഡയായി എന്താണ് ഫൗസ്റ്റീന കണ്ടത്? തൻ്റെ അവസ്ഥയ്ക്ക് ഒരിക്കലും മാറ്റമുണ്ടാകുന്നില്ല. ഒരു ആത്മാവ് നിത്യ നരകത്തിൽ അകപ്പെട്ടാൽ പിന്നെ ഒരു മാറ്റവും, അവിടുന്ന് പുറത്തു വരാൻ പറ്റില്ല. പിന്നെ അനുതാപമില്ല, മാനസാന്തരമില്ല. പ്രാർത്ഥിച്ചുകൊണ്ട് ആർക്കും നരകത്തിൽ നിന്നൊരു ആത്മാവിനെ രക്ഷിക്കാൻ പറ്റില്ല. നരകത്തിൽ ആരൊക്കെയാണുള്ളത് നമുക്കറിയില്ല, അത് കർത്താവിന് മാത്രമേ അറിയുള്ളൂ. നമുക്ക് ആരെയും വിധിക്കാൻ, സഭയ്ക്ക് പോലും അതറിയില്ല, സഭ പോലും അത് പഠിപ്പിക്കുന്നില്ല. കാരണം അത് കർത്താവിൻ്റെ നിത്യജ്ഞാനത്തിലുള്ളൊരു കാര്യമാണ്. എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, നരകത്തിൽ ആത്മാക്കളുണ്ട്. അതാരൊക്കെയാണ് പ്രവേശിക്കുക, അവരുടെ കാറ്റഗറി പറയുന്നുണ്ട്. പക്ഷേ അത് ഏതൊക്കെ വ്യക്തി എന്ന് സ്പെസിഫിക് ആയിട്ട് ആർക്കും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നരകത്തിലൊരു ആത്മാവ് നിബന്ധിച്ചാൽ ആത്മാവിനെ വീണ്ടെടുക്കുവാനോ രക്ഷിക്കുവാനോ സഭയ്ക്ക് സാധിക്കില്ല, ആർക്കും സാധിക്കില്ല. അങ്ങനെ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സത്യപ്രബോധനമല്ല. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നില്ല. നമുക്ക് ആത്മാക്കളെ സഹായിക്കാൻ പറ്റില്ല സഹോദരങ്ങളെ. നമുക്ക് സഹായിക്കാൻ പറ്റുന്നത് ശുദ്ധീകരണ ആത്മാക്കളെ മാത്രമാണ്. അവർക്ക് നിത്യ സൗഭാഗ്യ പ്രവേശനമുണ്ട്. 4-ാമത്തെ പീഡ എന്താണ്? ആത്മാവിനെ നശിപ്പിക്കാതെ ഭീകരവേദനയോടെ ചുഴിഞ്ഞിറങ്ങുന്ന ആത്മീയ തീ. ഈ അഗ്നി ദൈവക്രോധത്തിൻ്റെ അഗ്നിയാണ്, ദൈവക്രോധത്തിൻ്റെ തീ. 5-ാമത്തെ പീഡയായി ഫൗസ്റ്റീന കണ്ടത് നിരന്തരമായ ഇരുട്ടും ദുർഗന്ധവും, ചീഞ്ഞ ദുർഗന്ധം. ദൈവമേ, അത് നിത്യകാലം ആലോചിക്കണം, 10 മിനിറ്റ് അല്ല, നിരന്തരമായ ഇരുട്ടും ദുർഗന്ധവും. ഇരുട്ടാണെങ്കിലും ദുഷ്ടാരൂപികൾക്കും ശാപമേറ്റ ആത്മാക്കൾക്കും തങ്ങളെയും മറ്റുള്ളവരെയും തങ്ങളുടെയും അവരുടെ മുഴുവൻ തിന്മകളും കാണാൻ സാധിക്കും. 6-ാമത്തെ പീഡയായി ഫൗസ്റ്റീൻ എന്താണ് എഴുതിയത്? സാത്താന്റെ നിരന്തരമായ സാന്നിധ്യം, പിശാചിന്റെ നിരന്തരമായ സാന്നിധ്യം. 7-ാമത്തെ പീഡയായി എന്താ ഫൗസ്റ്റീന കണ്ടത്? ഭീകരമായ നിരാശയും ദൈവത്തോടുള്ള വെറുപ്പും ദൈവദൂഷണങ്ങളും ശാപവാക്കുകളും മറ്റും. സഹോദരങ്ങളെ, ഇത് കൊടിയ തകർച്ചയാണ്. ഒരു ആത്മാവിന് നിത്യനാശം സംഭവിക്കുമ്പോൾ ഈ തകർച്ചയാണ് സംഭവിക്കുന്നത്. അതെത്ര ഭീകരമാണ് സഹോദരങ്ങളെ, അതെത്ര കഠോരമായ ഭീകരമായ അവസ്ഥ. കർത്താവേ, കരുണ ചൊരിയണമേ, കരുണ വർഷിക്കണമേ. നമ്മളാരും അവിടെ എത്തിച്ചേരുവാൻ ഒരിക്കലും നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ പരിശുദ്ധ സഭ, നമ്മുടെ സഭ ആഗ്രഹിക്കുന്നില്ല, നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. ദൈവഭയത്തോടെ ജീവിക്കേ, പരിശുദ്ധാത്മാവിൽ ജീവിക്കേ, ദൈവവചനത്തിൽ ജീവിക്കേ, കൃപയിൽ, വിശുദ്ധിയിൽ, വിശ്വസ്തതയിൽ, സ്നേഹത്തിൽ ജീവിക്കേ. നമ്മുടെ നിത്യത കർത്താവിനോട് കൂടെ ആകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പാടുന്നില്ല, എന്താ പാടുന്നത്? യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഒരിക്കൽ കൂടെ നേറ്റു പറഞ്ഞേ, യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, പരിശുദ്ധ അമ്മ മാതാവിലൂടെ സഭയിലെ വലിയൊരു മരിയൻ പ്രത്യക്ഷീകരണമാണ് ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ഈ പ്രത്യക്ഷീകരണത്തിന് 3-ാം പ്രത്യക്ഷീകരണത്തിൽ 1917 ജൂലൈ മാസം 13-ാം തീയതി പരിശുദ്ധ അമ്മ മാതാവ് ആ 3 ഇടയ കുഞ്ഞുങ്ങൾക്ക് നരകദർശനം കാണിച്ചു കൊടുക്കുക. നരകദർശനം, അനുതാപമില്ലാതെ മാരക പാപത്തിൽ മരണപ്പെട്ടു പോയ ഒരു ആത്മാവ് എത്തിച്ചേരുന്ന അഗ്നി തടാകം, ആ തീ നരകത്തിൻ്റെ ഭീകരമായ അവസ്ഥകൾ ഈ കുഞ്ഞുങ്ങൾക്ക് അമ്മ കാണിച്ചു കൊടുത്തു. അമ്മ പറഞ്ഞു, മക്കളെ, ഇതാണ് കഠിന പാപികൾ എത്തിച്ചേരുന്ന സ്ഥലം. തുറന്നമ്മ കണ്ണുനീരോടെ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ ഇന്ന് അധികം ആളുകൾ ഇല്ലാത്തത് കൊണ്ട് ഇന്ന് ഒത്തിരിയേറെ ആത്മാക്കൾ നിത്യ നരകത്തിലേക്ക് പോകുന്നു. അമ്മ പറഞ്ഞു, മക്കളെ, പ്രാർത്ഥിക്കുക, പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുക. ഒരു ആത്മാവ് പോലും നശിച്ചു പോകാതെ, ആരും നിത്യ നരകത്തിലേക്ക് പോകാതെ,
അവിടെ നിത്യത സ്വർഗത്തിലായിരിക്കുവാൻ പ്രാർത്ഥിക്കുക. മക്കളെ, പ്രാർത്ഥിക്കുക. ഇത് സ്വർഗത്തിൻ്റെ ഒരു പ്രവചന സന്ദേശമാണ് സഹോദരങ്ങളെ. ആ നരക ദർശനം കാണിച്ചു കൊടുക്കുക. അതിൻ്റെ ചില വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങളിന്ന് കണ്ടേ. അത് പല ഫിലിമുകളായി കാണുന്നുണ്ട്. യെസ്, അത് കണ്ടോ? ഇത് പരിശുദ്ധ അമ്മ മാതാവാണ്. ആ 3 ഇടയ കുഞ്ഞുങ്ങള് നരകത്തിന്റെ ഭീകര ദർശനങ്ങൾ കാണിച്ചു. ഓടിയോ സഹോദരങ്ങളെ, ഒടിയ തകർച്ച കണ്ടു. നിങ്ങൾ കണ്ണു തുറന്ന് കാണ്. അനുതാപമില്ലാതെ മാരക പാപത്തിൽ ജീവിക്കുന്ന ഒരു ആത്മാവ് എത്തിച്ചേരുന്ന അഗ്നിതടാകം, കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം എത്തിച്ചേരുന്ന ആ നിത്യ നരകം. ഈശോയേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. ഈശോ, അനോയിന്റിങ്, അനോയിന്റിങ്, അനോയിന്റിങ്. ദൈവ കാരുണ്യം ഒഴുകപ്പെടട്ടെ. ഇരുളിന്റെ ഗർത്തങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തരുത് കർത്താവേ. നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. സ്തുതിക്കുന്ന കർത്താവേ. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിതൊക്കെ കാണുന്ന ഒരു തമാശയായിട്ടല്ല, ഗൗരവത്തോടെ കാണണം. 1, നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി. 2, മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥം എന്ന ഈ ശുശ്രൂഷയിലൂടെ ഇതാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ സ്വപ്നം അതാണ്. നമ്മുടെ നിത്യത മുഴുവൻ നമ്മുടെ കർത്താവിനോട് കൂടെ നമ്മുടെ നിത്യഗേഹത്തിൽ സ്വർഗത്തിലായിരിക്കുക. ഹല്ലേലൂയ. അവസാനമായി, ആർക്കാണ് സ്വർഗരാജ്യം അവകാശമാക്കാൻ കഴിയാത്തത്? എപ്രകാരമുള്ള ആത്മാക്കളാണ് നിത്യനരകത്തിൽ നിബന്ധിക്കുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. എപ്രകാരമുള്ള ആത്മാക്കൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അവരെവിടെയാണ്? നിങ്ങൾ ശുദ്ധീകരണ സ്ഥലം, അനുതാപമുണ്ടെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോവും. ഒരു അനുതാപവും ഇല്ലാതെ കഠിന പാപത്തിലും മാരക പാപത്തിൽ ജീവിച്ച് ആ പാപത്തിൽ മരണപ്പെട്ടാൽ സഭ പഠിപ്പിക്കുന്നത് ആ നിമിഷം തന്നെ നരകത്തിൽ നിബന്ധിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ തിരുവചനങ്ങൾ മനസ്സിലാക്കുകയാണ്. ആർക്കാണ് സ്വർഗരാജ്യം അവകാശമാക്കാൻ കഴിയാത്തത്? വെളിപാട് പുസ്തകം 21:8 വായിച്ച്, വെളിപാട് 21:8 നിങ്ങൾ ഉണർവോടെ വായിച്ചെന്താ പരിശുദ്ധ വചനം പറയുന്നത്? എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപ്പിട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധവും എരിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് 2ാമത്തെ മരണം. നമ്മൾക്കത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല, ശ്രദ്ധാപൂർവം വായിക്കണം സഹോദരങ്ങളെ. വളരെ കൃത്യമായി പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ വചനത്തിലൂടെ. ഇവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അശുദ്ധമായതൊന്നും, മ്ലേച്ഛതയും കൗഢല്യം പ്രവർത്തിക്കുന്ന ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും പൗലോസ്ലീഹ എഫെസോസ് സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനം നമുക്ക് ഉണർവോടെ വായിക്കാം. വ്യഭിചാരിക്കും, അശുദ്ധനും, അത്യാഗ്രഹിക്കും, വിഗ്രഹാരാധകനും ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. വ്യഭിചാരികൾക്കും, അശുദ്ധർക്കും, അത്യാഗ്രഹികൾക്കും, വിഗ്രഹാരാധകർക്കും സ്വർഗത്തിൽ പ്രവേശനമില്ല. അനുതപിക്കണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, അനുതപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും. നമ്മൾ അനുതാപത്തിലേക്ക്, മാനസാന്തരത്തിലോട്ട് വരുമ്പോൾ ദൈവകൃപ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ കൃപ നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. സഹോദരങ്ങളെ, വീണ്ടും പരിശുദ്ധ വചനം പറയുന്നു. പൗലോസ്ലീഹ ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19, 20, 21 വചനങ്ങൾ നമുക്കൊന്നിച്ച് വായിക്കാം. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ
എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈദൃശ്യമായ മറ്റു പ്രവർത്തികളുമാണ്. ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുൻപ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവ് സഭയെ അറിയിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങൾ, ഇത് എത്ര അപകടകരമായൊരവസ്ഥയാണ്. ഇവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഇവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നത് റിപ്പന്റ്, അനുതപിക്കുക. മക്കളെ, അനുതപിക്കുക. അനുതപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും. കർത്താവിൻ്റെ വാക്കുകൾ മറക്കരുതേ. കർത്താവിൻ്റെ സത്യവചനം മറന്ന് ജീവിക്കരുതേ. നിങ്ങളും അതുപോലെ നശിക്കും. കർത്താവ് പറയുന്നു റിപ്പന്റ്, അനുതപിക്കുക. സഹോദരങ്ങളെ, ഇത് ഹൃദയനുറുക്കത്തോടെ അനുതപിച്ച് കർത്താവിലേക്ക് തിരിയാനുള്ള സമയമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. നമുക്കൊരു അവസരം കൂടി തരും നമ്മുടെ ജീവിതത്തിന്. കാരണം നമ്മുടെ ആത്മാക്കൾക്ക് നാശം സംഭവിക്കാതിരിക്കാൻ, നമ്മുടെ നിത്യ നരകത്തിലാകാതിരിക്കാൻ, നമ്മുടെ നിത്യത കർത്താവിനോട് കൂടെ സ്വർഗത്തിലായിരിക്കുവാൻ വീണ്ടും വീണ്ടും അവസരം തരിക സഹോദരങ്ങളെ. നമ്മുടെ കഴിവ് കൊണ്ടോ പ്രാപ്തി കൊണ്ടല്ല, അത് ദൈവത്തിൻ്റെ കാരുണ്യമാണ്. വീണ്ടും പൗലോസ് സഭയെ പഠിപ്പിക്കുന്നു. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ, ശ്രദ്ധാപൂർവം വചനങ്ങൾ നിങ്ങൾ വായിച്ച്, അനീതി പ്രവർത്തിക്കുന്നവർ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ വഞ്ചിതരാകരുത്. അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറേണ്ട തിരുവെഴുത്തുകളാണിത്. കർത്താവേ, എൻ്റെ നിത്യത എനിക്ക് നഷ്ടപ്പെട്ടു പോകരുത്. കർത്താവേ, അങ്ങയോട് കൂടെയുള്ള എൻ്റെ നിത്യത എനിക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ഈ ഒരു ഉറച്ച തീരുമാനം നമുക്കുണ്ടാകണം. ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാൾ വിലപ്പെട്ടതായി നിത്യജീവനെ നമ്മൾ കാണണം. നിത്യജീവനെ മുറുകെ പിടിക്കണം. നിത്യതയുടെ വെളിച്ചത്തിൽ എൻ്റെ സഹോദര സഹോദരി, ഞാനും നീയും ഈ ലോകത്തിൽ ജീവിക്കണം. നമ്മുടെ കർത്താവ് പറഞ്ഞു. ആ വചനങ്ങൾ പെട്ടെന്ന് നമുക്കൊന്ന് കാണാം. എന്താ കർത്താവ് പറഞ്ഞത്? അനുതാപത്തിൻ്റെ പവർ എന്താണ്? ഒരു ആത്മാവ് അനുതപിക്കുമ്പോൾ, ഒരു വ്യക്തി അനുതപിക്കുമ്പോൾ, അനുതാപത്തിൻ്റെ റിയൽ പവർ എന്താണ്? യഥാർത്ഥ ശക്തി എന്താ സഹോദരങ്ങളെ? ശിലുക്കാട് സുവിശേഷം 15-ാം അധ്യായം 7-ാം വചനത്തിൽ ഈശോ പറഞ്ഞു, അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനുതാപ ഹൃദയമുള്ള ഒരാത്മാവും നഷ്ടപ്പെട്ടു പോവുകയില്ല, നിത്യ നാശത്തിലേക്ക് പോവുകയില്ല. അനുതാപമുള്ള മാനസാന്തരമുള്ള ഒരു വ്യക്തി പോലും നിത്യ നരകത്തിൽ എത്തിച്ചേരുകയില്ല സഹോദരങ്ങളെ. ഇത് പരിശുദ്ധ സഭയുടെ പ്രബോധനമാണ്. ഇത് കർത്താവിൻ്റെ സത്യവചനം പഠിപ്പിക്കുന്ന സത്യപ്രബോധനമാണിത്. സഹോദരങ്ങളെ, അനുതപിക്കുന്ന മാനസാന്തരപ്പെടുന്ന ഒരാത്മാവ് പോലും നിത്യമായി നശിക്കാൻ ഒരു നാളും കർത്താവ് അനുവദിക്കില്ല. അനുതാപത്തിന് അത്രയും പവറുണ്ട്, അനുതാപത്തിന് അത്രയും ശക്തിയുണ്ട്. അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുന്നു. 15-10 വീണ്ടും കർത്താവ് ആവർത്തിക്കുകയാണ്. അതുപോലെ തന്നെ അനുതപിക്കുന്നൊരു പാപിയെ കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് തരുന്ന ഈ ആത്മീയ ദൂത് ഗൗരവത്തോടെ നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കുക.
ഈ ലോകത്തിന് നിറവും വർണ്ണവും ഇമ്പവും കണ്ട് ഈ ലോകത്തിൻ്റെ ആസക്തികളിൽ കലുഷിതരായി സുഖഭോഗങ്ങളിൽ മുഴുകി ദൈവത്തിൻ്റെ വചനങ്ങളും നിത്യതയുടെ വെളിച്ചം മറന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് നമുക്ക് ആത്മനാശം വരുത്തി വയ്ക്കുമെന്ന് കുഞ്ഞാടിന് ജീവഗ്രന്ഥം എന്ന ഈ ശുശ്രൂഷയിലൂടെ ഈ 5 ദിനങ്ങൾ പരിശുദ്ധാത്മാവ് എന്നെയും നിന്നെയും അറിയിക്കുകയായിരുന്നു. സഹോദരങ്ങളെ, ഈ സത്യങ്ങൾ മറന്ന് ജീവിക്കരുത്. മുറുകെ പിടിക്കണം. നിത്യജീവനം മുറുകെ പിടിച്ച് ജീവിക്കണം. ഒരു അപ്പൻ, ഒരു അമ്മ, ഒരു മകൻ, ഒരു മകൾ, ഒരു ഭാര്യ, ഒരു ഭർത്താവ്, ഒരു സഹോദരൻ, ഒരു സഹോദരി, ഒരു സമർപ്പിത, ഒരു വന്യവൈദികൻ, നമ്മളാരുമാകട്ടെ, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, നമ്മുടെ വിളിയിലും തെരഞ്ഞെടുപ്പിലും നമ്മൾ എന്തൊക്കെ വ്യഗ്രതയും ഉത്തരവാദിത്തമുള്ളവരാണെങ്കിലും നിത്യജീവനം മുറുകെ പിടിച്ച് ജീവിക്കുന്നതിൽ നമ്മൾ ജാഗ്രതയുള്ളവരാകണം. നമ്മളത് പരിശീലിക്കണം. നമ്മൾ അപ്രത്യാശയിൽ മുന്നോട്ട് പോകണം. കർത്താവ് പറഞ്ഞു, റോമാക്കർക്കുള്ള ലേഖനം 2:4 എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസാരമാക്കുകയാണോ? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം. സഹോദരങ്ങളെ, അനുതാപഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട സമയങ്ങളാണിത്. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കണം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി മുട്ടുമടക്കി കൈവിരിക്കണം. അനുതാപം കടന്നു വരാൻ, ആത്മാവിൻ്റെ പകർച്ച നിറയാൻ, ദൈവകൃപയാൽ നമ്മുടെ തലമുറ വിശുദ്ധീകരിക്കപ്പെടാൻ, നമ്മുടെ മക്കൾ, നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ ദമ്പതിമാർ, നമ്മുടെ സമർപ്പിതർ, നമ്മുടെ വന്യവൈദികർ, ഇവർക്കെല്ലാം വേണ്ടി കണ്ണുനീരോട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുള്ള സമയങ്ങളാണിത്. സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കി നമുക്ക് ആരാധന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. അതിന് തൊട്ട് മുൻപ് ഞാൻ ഈ ദിവസങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞ ആ 1-2 കാര്യങ്ങൾ വീണ്ടും നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നാളത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ടീം ഷഖേനയുടെ നേതൃത്വത്തിൽ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഡുനാമിസ് പവർ ധ്യാനം. ഈ കാലഘട്ടത്തിൽ കർത്താവിനും സഭയ്ക്കുമായി പരിശുദ്ധാത്മാവ് ഒരു പ്രവാചക നിരയെ, ഒരു പ്രൊഫറ്റിക് ആർമിയെ രൂപപ്പെടുത്തുകയാണ്. അത് ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. കർത്താവിനും പരിശുദ്ധ സഭയ്ക്കുമായി ജ്വലിക്കുന്ന ആത്മാക്കളായി, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവാചക നിരയായി നമ്മളെല്ലാം അഭിഷേകത്തോടെ എഴുന്നേൽക്കുവാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഡുനാമിസ് ധ്യാനം. നമ്മുടെ കുഞ്ഞുങ്ങൾ, യുവജനങ്ങളൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ തീനാവുകളായി ജ്വലിക്കണം. മാതാപിതാക്കൾ ഇത് ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്നേഹത്തോടെ പലതും മാറ്റിവെച്ചാണെങ്കിലും നിങ്ങളുടെ മക്കളെ, പ്രത്യേകിച്ച് യുവജനങ്ങളെ ഈ ഡുനാമിസ് പവർ ധ്യാനത്തിലേക്ക് നിങ്ങൾ പറഞ്ഞു വിടണം, പ്രാർത്ഥിച്ചൊരുക്കി വിടണം. എനിക്ക് ഉറപ്പുണ്ട്, നിശ്ചയമായും ദൈവത്തിൻ്റെ തീ നമ്മുടെ മക്കളിൽ, യുവജനങ്ങളിലേക്ക് ഇറങ്ങി വരും. കുടുംബങ്ങൾ ഒന്നിച്ചു വരിക, അമ്മയും അപ്പനും മക്കളും ഒരുമിച്ച് വരിക. എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളത് കടന്നു വന്ന് ഈ അഭിഷേകം പ്രാപിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിനാവുള്ള ഒരു സൈന്യമായി സഭയ്ക്കും കർത്താവിനുമായി നമുക്ക് ഉണർത്തപ്പെടുവാനുള്ള ഒരു കൃപയുടെ ശുശ്രൂഷയാണ്. സാധിക്കുന്ന അമ്മമാരെ, സമർപ്പിതരെ, പല സമർപ്പിതരും ധ്യാനത്തിൽ വരുന്നുണ്ടെങ്കിലും കൂടുതൽ സമർപ്പിതർ വരിക. നിങ്ങളുടെ സമർപ്പിത ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ കൂടുതൽ അത് എംപവർ ചെയ്യപ്പെടുവാൻ, ശക്തീകരിക്കപ്പെടുവാൻ, നിങ്ങളുടെ സമർപ്പണം സഭയ്ക്കും കർത്താവിൻ്റെ രാജ്യത്തിനും കൂടുതൽ ഫലദായകമായി തീരുവാൻ ഈ ശുശ്രൂഷ നിങ്ങളെ സഹായിക്കും. വന്യവൈദികർ, പല വൈദികരും വരുന്നുണ്ട്. ഞാൻ ഒത്തിരി സ്നേഹത്തോടെ എൻ്റെ വന്യവൈദികരെ നിങ്ങൾക്ക് കഴിയുന്നത് പോലെ ഈ ശുശ്രൂഷയിലേക്ക് വരിക, നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള നമ്പറുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 3 ഫോൺ നമ്പറുകളുണ്ട്. നിങ്ങളത് പെട്ടെന്ന് എഴുതിയെടുക്കില്ലെങ്കിൽ അത് ഒരു മൊബൈലിൽ ഫോട്ടോ എടുത്ത് ഇന്ന് രാത്രിയിലോ നാളെയൊക്കെ ആയിട്ട് നമ്മൾ അത് വിളിച്ച് നിങ്ങളുടെ ഡേറ്റ് ഫിക്സ് ചെയ്യുക. അല്ല, നിങ്ങളുടെ ധ്യാനം അത് നിങ്ങളിത് ബുക്ക് ചെയ്യുക. എൻ്റെ സഹോദരങ്ങളെ, ഈ 5 ദിവസം വില കൊടുത്ത് കർത്താവിൻ്റെ സന്നിധിയിലോട്ട്, വചനത്തിലോട്ട് വരിക. പരിശുദ്ധാത്മ നമ്മളെ അനുഗ്രഹിക്കും, ആത്മാവ് നമ്മളെ അഭിഷേകം ചെയ്യും. നിങ്ങൾ നന്നായി ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ഒന്നിച്ച് ഈ 5 ദിവസങ്ങൾ അവിടെ കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒന്നിച്ച് വചനം കേട്ട് ആത്മാവിൽ നിറയാം. എല്ലാവരും ഈശോ സഹായിക്കട്ടെ. രണ്ടാമതായി എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതുപോലെ
നമുക്ക് ഈ നാളുകളിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് സഹോദരങ്ങളെ. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. ജീവിക്കാൻ പോലും പെടാപാടുപെടുന്ന ആയിരക്കണക്കിന് പാവപ്പെട്ട മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ഒത്തിരി പേര് ഇവിടേക്ക് വിളിക്കുന്നുണ്ട്, ബ്രദറെ പ്രാർത്ഥിക്കണം, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്, ജോലി നഷ്ടപ്പെട്ടു പോകുന്നു പലർക്കും ബിസിനസ് തകരുന്നു, കച്ചവടങ്ങളില്ല, ഒരുപാട് ഞെരുക്കങ്ങൾ. എൻ്റെ സഹോദരങ്ങളെ, ആ ഞെരുക്കം ഇവിടെ ഷെക്കേന ഈ മാധ്യമ ശുശ്രൂഷയും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായി ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കിവിടെ ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് അറിയാലോ. നമുക്കിവിടെ പ്രവർത്തിക്കുന്നവർക്ക് അതിന് വേണ്ട ഒരു സാമ്പത്തിക സഹായങ്ങൾ, സപ്പോർട്ടുകൾ കൊടുക്കണം. നമുക്ക് സാറ്റലൈറ്റ് റെൻറ്റ് കൊടുക്കണം. മാത്രമല്ല, ഇതൊരു കേബിൾ ടി വിയോ യൂട്യൂബ് ചാനലല്ല, ഇതൊരു സാറ്റലൈറ്റ് ന്യൂസ് ചാനൽ ആയതുകൊണ്ട് അതിൻ്റെ ലൈസൻസൊക്കെ റിന്യൂ ചെയ്യാനായിട്ട് ലക്ഷങ്ങളുടെ ഭീമാകരമായ സംഖ്യകളാണ് സഹോദരങ്ങളെ. നമുക്ക് ഈ ഒരു 3 മാസം കൊണ്ട് നമുക്കതിവിടെ ഞാനത് പബ്ലിക്കായിട്ട് എത്രയാണെന്ന് പറയാൻ പറ്റുന്നത്, ഒരു പബ്ലിക് മീഡിയ ആയതുകൊണ്ട്. പക്ഷെ നമുക്ക് വലിയൊരു തുകയുടെ ആവശ്യമുണ്ട്. മാനുഷികമായിട്ടത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പരിശുദ്ധാത്മ പ്രവർത്തിച്ചേ പറ്റൂ, പരിശുദ്ധാത്മ ഇടപെട്ടേ പറ്റൂ. അതുകൊണ്ട് ആത്മാവ് നമ്മൾ ഉണർത്തുന്നുവെങ്കിൽ നിങ്ങൾ സഹായിക്കണം. സാമ്പത്തികമായി ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട മക്കൾ ഇതിനകത്തുണ്ട്. നിങ്ങൾ കൈ അഴിഞ്ഞ് ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് സ്നേഹത്തോടെ കൊടുക്കുക. എൻ്റെ സഹോദരങ്ങളെ, ഇതിൻ്റെ നിലനിൽപ്പ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭയ്ക്കും നമുക്കും ഒരുപോലെ ആവശ്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും സാമ്പത്തികമായി സഹായിച്ചും ഇതിന് അനുദിന പ്രവർത്തനങ്ങളെയും, മാത്രമല്ല നമുക്ക് ആ ഭീമാകാരമായിട്ടുള്ള ലൈസൻസിനോട് ബന്ധപ്പെട്ട അതിൻ്റെ റിന്യൂവൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ഒരു സാമ്പത്തിക ക്രമീകരണത്തിന് വേണ്ടി നിങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ സഹകരിക്കണം. അക്കൗണ്ട് ഡീറ്റെയിൽസും നമ്മുടെ ഗൂഗിൾ പേ നമ്പറൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കും. നമ്മുടെ തലമുറകളിലേക്ക് അഭിഷേകം വരും. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി, വചനത്തെ പ്രതി, സഭയെ പ്രതി. എൻ്റെ സഹോദരങ്ങളെ, നമ്മളൊരു പാത്രം വെള്ളം കൊടുത്താൽ പോലും അതിന് പ്രതിഫലമുണ്ടെങ്കിൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, ഇവാഞ്ചലൈസേഷന് വേണ്ടി, സഭയെ പടുത്തുയർത്താൻ വേണ്ടി നമ്മൾ സഹായിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്കും തലമുറകളിലേക്കും കർത്താവ് പകരുക തന്നെ ചെയ്യും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. സ്നേഹത്തോടെ നിങ്ങൾ താല്പര്യപ്പെടുകയാണ്. നിങ്ങൾ ഉപേക്ഷ കാണിക്കരുതേ. നിങ്ങളെല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ 5 ദിവസം കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥം എന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച നിങ്ങൾക്ക് ഏവർക്കും ഈശോയുടെ നാമത്തിൽ നന്ദി സ്നേഹം അറിയിക്കുകയാണ്. നിങ്ങളെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ നിങ്ങൾ എന്നെ ഓർക്കണം. ടീം ഷെക്കേനയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഡിസംബർ മാസത്തിൽ ഡിസംബർ 5 മുതൽ നാം ബഹുമാനപ്പെട്ട ജെയിംസ് മഞ്ഞാക്കലച്ചൻ്റെ ഒരു ക്രിസ്മസിനൊരുക്കമായിട്ടുള്ള ഹൃദയങ്ങൾ ഉയർത്തുവീൻ, കർത്താവിലേക്ക് ഹൃദയങ്ങൾ ഉയർത്തുവീൻ, ആ ടൈറ്റിലിൽ ഒരു പ്രോഗ്രാം വരുന്നു. ഡിസംബർ 13, 14, 15, 16 ഈ 4 ദിവസങ്ങളിൽ സ്നേഹ ബഹുമാനപ്പെട്ട ഡൊമിനിക് വാളമനച്ചൻ ഡൊമിനിക് അച്ഛൻ ഷെക്കേന ന്യൂസ് മീഡിയയിലേക്ക് വരികയാണ്. 4 ദിവസം അച്ഛൻ ഇവിടെ സ്റ്റേ ചെയ്യുകയാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു, സന്തോഷപ്പെടുത്തരെ, ഞാൻ അധികം അങ്ങനെ ഒരു സ്ഥലത്തേക്കും പോകാത്തതാണ്, പക്ഷേ ഇത് ദൈവത്തിൻ്റെ ആത്മാവെന്നെ പ്രേരിപ്പിക്കുന്നു, കർത്താവിനെ നിർബന്ധിക്കുന്നു. കാരണം ഷെക്കേനയുടെ ദർശനവും മോട്ടീവും ഇവാഞ്ചലൈസേഷനാണ്, സഭയെ പടുത്തുയർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 4 ദിവസം ഇവിടെ ആയിരുന്നു കൊണ്ട് ഈ കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷൻ തിരുസഭയുടെ റിവൈവലിന് വേണ്ടി, നമ്മുടെ കുടുംബങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി, നമ്മുടെ തലമുറകളുടെ സൗഖ്യത്തിന് വേണ്ടി, നമ്മുടെ യുവജനങ്ങളിൽ ആത്മപകർച്ചയ്ക്ക് വേണ്ടി അച്ഛൻ ആ ദിവസങ്ങളിൽ ഇവിടെ സ്റ്റേ ചെയ്ത കൺവെൻഷൻ ചെയ്യുന്നത്. നിങ്ങൾ ഒത്തിരി ഒരുങ്ങി ഈ കൺവെൻഷൻ്റെ വിജയത്തിന് വേണ്ടി അനേകരെ കൂട്ടിക്കൊണ്ടുവന്ന് ജനലക്ഷങ്ങൾ പങ്കെടുത്ത് ഒരു വലിയൊരു ആഴമേറിയ ഒരു പരിശുദ്ധാത്മ അനുഭവം, ദൈവജന അനുഭവത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇപ്പോൾ തന്നെ കൂടുതൽ ഒരുങ്ങി പ്രാർത്ഥിക്കാം.